നാരായണ 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 മദ്വൃത്തൈസ്തൈരസദ്വൃത്തൈ ധർമ്മദ പാല്യതേ നമാം ന ജാനേ സപ്രധാനോ മേ ശൂരഹസ്തീ സദാമനാ നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബതമാഗമനം രസമാലയം മുഹുരഹോ രസികാ ഭൂവിവാവുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂരപ്പാ ശരണം. ദ്വാദശസ്കന്ധം. അതാ പ്രഥമോധ്യായ. ശ്രീരാജോവാച സുധാമാനുഗതേ കൃഷ്ണേ യദുവംശവിഭൂഷണേ കസ്യ വംശോ ഭവത്പൃഥ്വാ മേധാതാ ചക്ഷുമേ മുനേ. ശ്രീശുക ഉവാച യോന്ധ്യപുരഞ്ജയോ നാമ ഭാവ്യോ മാർഹദ്രതോ നൃപാം തസ്യാമാത്യസ്തു ചുനകോ ഹത്വാ സ്വാമിനമാത്മജം പ്രദ്യോതസംജ്ഞം രാജാനം കർത്തായൽപാലകസുതാ വിശാഖയൂപസ്തൽപുത്രോ പവിതാ രാജകസ്തദാ നന്ദിർവർദ്ധന സത്പുത്ര പഞ്ചപ്രദ്യോതനായിമേ അഷ്ടത്രിംശോത്തരശതം ഭോക്ഷ്യന്തി പൃഥിവീം നൃപാ ശുചൂനാഹസ്തോ ഭാവ്യ കാകാവർണസ്തു സൽസുതാ ക്ഷേമധർമാ തസ്യ സുത ക്ഷേത്രജ്ഞക്ഷേമധർമ്മജ വിദിതാരസൂമൂത തസ്യാ ജാതാശത്രുർഭവിഷ്യതി ദർഭകസ്തൽ സുതോ ഭാവി ദർഭകസ്യാ ജയസ്മൃത നന്ദിവർദ്ധനാ ജയോമാ നന്ദീസുതസ്തുതാ ശിശുനാഗാദജേ വൈദേ ഷഷ്ട്യാത്ര ശതസ്ത്രയം സമാഭോക്ഷ്യന്തി പൃഥിവീം കുരുശ്രേഷ്ഠകലോ നൃപാ മഹാനന്ദിസുതോ രാജൻ ശൂദ്രീ ഗർഭോദ്ഭവോ ബലീ പത്മപതി കസ്യൻ നന്ദക്ഷത്രവിനാശകൽ തതോ നൃപാ ഭവിഷ്യന്തി ശൂദ്രാ പായാസ്തു ധർമ്മിക സയേകസതാം പൃഥ്വീ ഉല്ലംഘിതശാസന ശ്വാസിഷ്യതി മഹാപത്മോ ദ്വിതീയാ ഇവ ഭാർഗവാ തസ്യാചാഷ്ടോ ഭവിഷ്യന്തി സുമാല്യാ പ്രമുഖാ സുതാ യൈമാം ഭോക്ഷ്യന്തി മഹീം രാജാനാസ്മാശതം സമാം നന്ദാന്തിജസ്കസ്യ പ്രപഞ്ചാനുദ്ധരിഷ്യതി തേഷാമാഭാവേ ജഗതിം മൗര്യാ ഭോക്ഷ്യന്തി വൈ ഖലു സയേവ ചന്ദ്രഗുപ്തം വൈ ദ്വിജോ രാജ്യേ വിഷയേക്ഷ്യതി തൽസുതോ വാരിസാരസ്തു തതശ്ചാശോകവർദ്ധന സൂയചാപവിദാതസ്യാസം തതസ്സൂയശസ്തുതാം ശാരീശൂകത്തതസ്തസ്യ സോമാശർമാ ഭവിഷ്യതി ശതധ്വന്വാ തതസ്തസ്യാ ഭവിതാ തദ്ബൃഹസ്കൃതാം മൗര്യാഹ്യേതേ ദശനൃപാ സപ്തത്രിംശത്തരോത്തരം മൗര്യാഹേതേ ദശനൃപാ സപ്തത്രിംശത്തോത്തരം സമാവോക്ഷ്യന്തി പൃഥിവീം കലോ കുരുകുലോദ്വഹ ഹത്വാ ബൃഹദ്രതം മൗര്യം തസ്യാ സേനാപതിക്കലോ പുഷ്പമിത്രസ്തു ശൃംഗാഹ്വാ സ്വയം രാജ്യം കരിഷ്യതി അഗ്നിമിത്രസ്തസ്മാൽ സുജ്യേഷ്ഠോദ ഭവിഷ്യതി വസുമിത്രോ ഭദ്രകശ്ച പുളിന്ദോ ഭവിതാതതാം തതോ ഘോഷസ്സുതസ്തസ്മാൽ വജ്രമിത്രോ ഭവിഷ്യതി തതോ ഭാഗവതസ്മാൽ ദേവാഭൂതിരിതി ശ്രുതാ ശൃംഗാദശൈതേ ഭോക്ഷ്യന്തി ഭൂമിം വർഷശതാധികം തതക്കണ്വാനിയം ഭൂമി യാസ്യാത്രൽപ ഗുണാൻ നൃപാം ശൃംഗം ഹത്വാ ദേവഭൂതിം കണ്ണോമാത്യസ്തു കാമിനിം സ്വയം കരിഷ്യതേ രാജ്യം വാസുദേവോ മഹാമതി തസ്യ പുത്രസ്തു ഭൂമിസ്ത്രാ തസ്യാ നാരായണ സുതാ
നാരായണസ്യ പവിതാം സുശർമാ നാമ വിശ്രുതാം കണ്വായാനായി മേ ഭൂമിം ചത്വാരീശം ച പഞ്ചവ്യാം ചതാനി ത്രീണി മോക്ഷ്യന്തി വർഷാണാം ച കലോ യുഗേ ഹത്വാ കണ്ണും സുധർമാണാം തദ്ഭൃത്യോ വൃഷളോ ഭവി ഗാംബോക്ഷ്യത്യുൽജാതീയ കഞ്ചിൽ കാലമസത്തമാ കൃഷ്ണനാമാതൽപ്രാതാം ഭവിതാ പൃഥിവീപതീം സുശാന്താകർണ തൽപുത്രാം പൗർണാമാസസ്തു തൽസുതാം ലംബോദരസ്തു തൽപുത്രാം തസ്മാത് ചിംബിലകോ നൃപാ മേഘസ്വാദീ ശിബിലക അടമാനസ്തു തസ്യ ച അനിഷ്ടകർമാലേയാത് തലകസ്യ ചാത്മജാം പുരീഷവീരുസ്തൽപുത്രാം തതോ രാജാ സുനന്ദന ചകാരോ ഭഗവോ യത്ര ശിവസ്വാദീരരിന്ദമ തസ്യാപി കോമതീപുത്രാം പുരീമാൻ ഭവിതാ തദാം മേധ ശിരാശിവസ്കന്ധോ യജ്ഞാശ്രീ തൽസുതസ്തതാം വിജയസ്തൽസുതോ ഭാവ്യ ചന്ദ്രവിജ്ഞാസലോമതീ ഏതേ ത്രിംശന്നൃപതയ ചത്വാര്യാബ്ദശതാനി ഷഡ്പഞ്ചാശച്ച പൃഥിവീം ഭോക്ഷ്യന്തി ഗുരുനന്ദനാം സപ്താവീരാവൃത്യ ദശ ഗർദവിനോ നൃപാ ഗംഗാഷോടച ഭൂപാല ഭവിഷ്യന്ത്യതിരോ ഹുൽവാ തതോഷ്ടോ യവനാഭാവ്യാം ചതുർദശ ദുരുഷ്കരാ ഭൂയോ ദശകരുന്ദാശ്ചാം മൗനായേകാദശൈവതൂ ഏതേ ഭോക്ഷ്യന്തി പൃഥിവീം ദശവർഷശതാനി ച നാവാദികാം ച നവതീം മൗന ഏകാദശക്ഷിതീം ഭോക്ഷ്യന്ത്യപ്യചതാമ്യംഗ ത്രീണീതേ സംസ്ഥിതേ തഥാ കലീകീലായാം നൃപതയോ ഭൂതാനാം ദോതവാംഗിരി ശിശുതന്തിശ്ചതദ്ഭ്രാത യശോതന്തി പ്രവീരക ഇത്യേതേ വൈ വർഷശതം ഭവിഷ്യന്ത്യതിഹാനി ഷൾ തേഷാം ത്രയോദചതുതാ പവിതാരാശ്ചവാർഹിക പുഷ്പമിത്രോധരാജന്യോ ദുർമിത്രോസ്യ തദൈവ ച ഏകകാല ഇമേ ഭൂപ തപ്താന്താ സപ്തഗോദരാ വിദൂരപദയോ ഭാവ്യ നിരതാസ്തദേവൈ മാഗതാനാം തുപവിടാ വിശ്വസ്ഫുർജീപുരഞ്ജയാം കരീഷ്യത്യാ പരോ വർണ്ണാൻ പുളിന്ദ യദുമുദ്രകാൻ പ്രജാശ്ച ബ്രഹ്മഭൂയിഷ്ഠ സ്ഥാപയിഷ്യതി ദുർമതി വീര്യവാൻ ശത്രുമുത്സാദ്യ പത്മവത്യാം തവേ പുരീം അനുങ്കാംഗാമപ്രയാഗം ഗുപ്താം ഭോക്ഷ്യതി മേദിനീം സൗരാഷ്ട്രാവദ്യവീരാശ്ച ശൂരാ അർബുദമാളവാ വ്രാത്യാദ്വിജാ ഭവിഷ്യന്തി ശൂദ്രപ്രായ ജനാദിവാം നിന്ദോത്തളം ചന്ദ്രഭാഗാം കൗന്ദീം കാശ്മീരമണ്ഡലം ഭോക്ഷ്യന്തി ശൂദ്രം വ്രാത്യാദ്യ മ്ലേച്ഛാദ്ര ബ്രഹ്മവർച്ചസാ തുല്യകാലായി മേ രാജൻ മ്ലേച്ഛാപ്രായാശ്ച ഭൂഭൃതാം ഏതേ ധർമാൻ നൃപതരാം ഫൽഗൂതാസ്തീവ്രമന്യതാ ശ്രീബാലാ ഗോദ്വിജഘ്നാശ്ച പരതാര ധനാദൃത ഉദീരാത്വമിതപ്രായ അല്പസത്വാൽപയായുഷാ അസംസ്കൃതാ ക്രിയാഹീന രാജസാതമസാവൃതാം പ്രജാസ്തേ ഭക്ഷയിഷ്യന്തി മ്ലേച്ഛാരാജന്യരൂപിണാം തഥാന്യാസ്തേ ജനപദാൻ സ്വച്ഛീരാചാരവാദിനാം അന്യോന്യതോ രാജവിശ്ച ക്ഷയം യാസ്യന്തി പീഡിതാ. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരകാംസ്യം സംഹിതായാം ദ്വാദശസ്കന്ധേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമ്മൾ പറയണത് അധ്യായം 2
12ാമത്തെ സ്കന്ധത്തിലെ അധ്യായം 2ാമത്തെ അധ്യായത്തിൽ ശ്രീ സുഖബ്രഹ്മർഷി കലിദോഷങ്ങളെ കുറിച്ചിട്ടാണ് പറയണത്. പരീക്ഷിത്ത് മുതൽ നവനന്ദൻ എന്നാണ് രാജാവ് വരെയുള്ള ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരെ കുറിച്ചിട്ട് അവർ 1115 കൊല്ലം ഭൂമിയെ ഭരിക്കുന്നു പറഞ്ഞു. അതോടുകൂടി ചന്ദ്രവംശം നശിക്കും. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ നിമിഷം മുതൽ കലിയുഗം ആരംഭിച്ചു തുടങ്ങി എന്ന് പറയാണ്. അങ്ങനെ പ്രത്യോലൻ എന്ന രാജാവിൻ്റെ കാലത്ത് കലി വർദ്ധിച്ചു വന്നു. പിന്നെ കലി ഇങ്ങനെ കുറേശ്ശെ വളരാൻ തുടങ്ങി. നവനന്ദനന്മാരുടെ കാലം മുതൽ കലി നല്ല പോലെ വലുതാവാൻ തുടങ്ങി. അഭിവൃദ്ധിക്കാണ് കലിയുഗത്തിന് അഭിവൃദ്ധി ഉണ്ടാവും. ഈ കലിയുഗത്തിൽ സത്യം, ധർമ്മം, ദയ തുടങ്ങിയ ഗുണങ്ങൾ കുറഞ്ഞു പോവും. കളവ്, അധർമ്മം, അക്രമം, പരപീഡ തുടങ്ങിയ ദോഷങ്ങൾ വർദ്ധിച്ചു വരും. പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക? അങ്ങനെ ദോഷങ്ങൾ നല്ലോണം ഉള്ളവരാണ്. ഇനി കാശുണ്ടെങ്കിൽ കലിയുഗത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ധനമുള്ളവൻ എല്ലാ ദിക്കിലും സർവമാന്യനായി ഭവിക്കും എന്ന് പറയുന്നു. ഇനി എല്ലാ ഗുണങ്ങളൊക്കെ ഉണ്ടാച്ചാലും കാശില്ലാത്തവൻ, ധനമില്ലാത്തവൻ മാന്യത ഉണ്ടാവില്ല കലിയുഗത്തിൽ കാശിനാണ് മാന്യത. പിന്നെ ഭൂരിപക്ഷത്തിനാണ് മാന്യത പറയുക. ഭൂരിപക്ഷം നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ലാണ്ട് സത്യമാണോ, ധർമ്മമാണോ, ന്യായമാണോ എന്നല്ല. ധർമ്മവും ന്യായവുമല്ല, ഭൂരിപക്ഷത്തെ നോക്കിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പിന്നെ സ്വന്തം ഇഷ്ടത്തെ മാത്രം നോക്കിയിട്ടാണ് പിന്നെ സ്ത്രീ പുരുഷന്മാർ വിവാഹം കഴിക്കുക. അങ്ങനെയുള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിവാഹം കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കും. അങ്ങനെ മൊത്തം കുറേ ഉറക്കെ സംസാരിക്കുന്നവനെ വലിയ ആളായിട്ട് കേമനായിട്ടെടുക്കും. കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഉറക്ക വർത്തമാനം പറയാൻ കഴിഞ്ഞവനായി. അതേമാതിരി നിയമം അറിയാത്തവൻ എന്താ പറയുക, ജഡ്ജി ആയിരിക്കും. അതേമാതിരി വൈദ്യം അറിയാത്തവൻ വൈദ്യനായിരിക്കും. ഇന്ന് കാണുന്ന എല്ലാ സംഭവങ്ങളും ഗംഭീരമായിട്ട് ശ്രീ സുഖബ്രഹ്മർഷി ഇതിൽ വിവരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വർദ്ധിച്ചു. അനാവൃഷ്ടി, അതിവൃഷ്ടി നമ്മളിപ്പോൾ കാണാറില്ല. അതന്നെ വെള്ളപ്പൊക്കം, എല്ലാ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറയാം. കൊലയും ഇതൊക്കെ തട്ടിപ്പറിക്കുക, കൊല, ഇതൊക്കെ ജനങ്ങൾ ജോലിയായിട്ട് ഏറ്റെടുക്കും. കൊട്ടേഷൻ ടീം അതന്നെ, അതൊക്കെ ഇപ്പം ഉണ്ടല്ലോ, അതന്നെയാണ്. പിന്നെ 5ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴേക്കും അച്ഛനാവും അമ്മയാവും എന്നൊക്കെ പറയണം. അച്ഛനമ്മ ഈ കലിയുഗത്തിൽ കലിയുടെ മൂർധന്യാവസ്ഥയിൽ 30 വയസ്സ് വരെയാണ് പരമാവധി ആയുസ് ഒരു മനുഷ്യന്. അപ്പോഴേക്കും അവർ മരിച്ചു പോവും. അങ്ങനെയാണ്. അങ്ങനെ ആ കലിയുടെ മൂർധന്യ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ കൽക്കിയായി അവതരിക്കും എന്നാ പറയുക. കൽക്കിയായിട്ട് ശമ്പളഗ്രാമ മുഖ്യൻ്റെ അവിടെയാണ്. ശമ്പള ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ ഭവനത്തിലാണ് അവതരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കലിയായിട്ട് കൽക്കി അവതരിക്കും. ആ ഭഗവാൻ കൽക്കി അവതാര പുറത്ത് എങ്ങനെയാ, കുതിരപ്പുറത്ത് കയറി വാളും കയ്യിൽ പിടിച്ചിട്ട് എല്ലാവരെയും വെട്ടിക്കൊല്ലുന്ന പറയണേ. സകല ആൾക്കാരെയും, സകല ദുഷ്ടന്മാരെയും വാളുകൊണ്ട് വെട്ടി കൊല്ലും. അങ്ങനെ ഈ കൽക്കി അവതാരം കഴിയുന്ന സമയത്ത്, കലിയുഗം അവസാനിക്കുന്ന സമയത്ത് ഭഗവാന്റെ തുളസിയും കളഭത്തിൻ്റെയൊക്കെ സുഗന്ധം ആസ്വദിച്ചിട്ടുള്ള ജനങ്ങളൊക്കെ സജ്ജനങ്ങളായിത്തീരും. അങ്ങനെ കൽക്കി അവതാരം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ കൃതയുഗം തുടങ്ങും. കൃതയുഗത്തിൻ്റെ 1ാമത്തെ ദിവസം തുടങ്ങും എന്ന് പറയാണ്. ആ കൃതയുഗം തുടങ്ങുന്ന സമയത്തുള്ള ആ ഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. വ്യാഴ, ചന്ദ്ര, സൂര്യന്മാർ പൂയൻ നക്ഷത്രത്തിൽ കർക്കട രാശിയിൽ വരുന്ന ദിവസം കൃതയുഗം തുടങ്ങും എന്ന് പ്രത്യേക എഴുതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രീശുകൻ അത് പറഞ്ഞു. എന്നിട്ട് പറയാ, എൻ്റെ മഹാരാജാവായ ഇയാളോട് പറയാ, പരീക്ഷിത്തെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രാജാക്കന്മാരും മരിച്ചു കഴിഞ്ഞു. ഇനി അവരെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നല്ല നല്ല ആൾക്കാർ സൂര്യവംശത്തിൽ, സോമവംശത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതും മരിക്കണ കാര്യമാണ്, ഇതൊക്കെ അവസാനിക്കണ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഗേഹാദികളിലുള്ള ഭ്രമത്തിനെയൊക്കെ മോഹത്തിനെയൊക്കെ ഉപേക്ഷിക്കൂ, ആ മമതയെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.